ക്ഷമയുമായി ബന്ധപ്പെട്ട അല്പകാര്യം ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ആൺകുട്ടിയായിട്ട് പെൺകുട്ടിയായിട്ട് പലരോടും സംസാരിക്കുമ്പോൾ 10-35 വയസ്സായ പെൺകുട്ടികളൊക്കെ പറയാം എന്ത് എവിടെയെങ്കിലും പോകണം, ഈ ജീവിതമൊക്കെ വിട്ട് ഈ കുടുംബവും ഭാര്യയും ഭർത്താവും മക്കളും ഇതൊക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണം. ചില ആളുകൾ വിചാരിക്കുക, ഞാൻ ചിന്തിക്കുക, എവിടെയെങ്കിലും പോയിട്ട് ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും. നിങ്ങളങ്ങനെ വിചാരിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇവിടുന്ന് പടയെ ഉപേക്ഷിച്ച് പോയാൽ ഈ ജീവിതം, ഇത് കുടുംബവും ഈ അന്തരീക്ഷവും ഈ ജോലിയും ഇതൊക്കെ ഉപേക്ഷിച്ച് പോയാൽ സമാധാനം കിട്ടുമോ? സന്തോഷം കിട്ടുമോ? കിട്ടില്ല. എവിടുന്ന് കിട്ടും നിങ്ങൾക്ക് സമാധാനം? വിമാനം കിട്ടും സന്തോഷം? അപ്പോൾ പുറത്തുനിന്നാണോ വരുന്നത്? അല്ല, നിങ്ങളുടെ ഉള്ളിലാണ് അത് ഉണ്ടാകേണ്ടത്. നിങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് സമാധാനം സന്തോഷവും ഇതൊക്കെ സൃഷ്ടിക്കേണ്ടത് ആരാ? നിങ്ങളാണ്. നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ മാറ്റം വരുത്താം? ചുറ്റുപാടുകളെല്ലാം മാറട്ടെ, അല്ലെങ്കിൽ ഈ അവസ്ഥ മാറട്ടെ, ഈ പണി മാറട്ടെ, ഈ മുതലാളി മാറട്ടെ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഒന്ന് മാറട്ടെ, എന്നിട്ട് വേണം അതൊരു മാറ്റം വരുത്താൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് വരണം. നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ നമ്മൾ മാറണം. അതുപോലെ നിങ്ങൾ ഭാര്യയിൽ, മക്കളിൽ, കുടുംബത്തിൽ, വാഹനത്തിൽ, വീടുകളിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് സന്തോഷം സമാധാനം ഉണ്ടാകുന്നില്ല? ആ സന്തോഷ സമാധാനം കിട്ടാൻ വേണ്ടി, അത് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് മൃഗങ്ങളെ വാങ്ങി വളർത്തിയോ? അല്ല എന്തെങ്കിലും എന്തെങ്കിലും സ്ഥലങ്ങൾ പോയി കാണുക, സന്ദർശിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു? നല്ലൊരു മൊബൈൽ വാങ്ങണം, നല്ലൊരു വീട് വെക്കണം. പല ആഗ്രഹങ്ങളുണ്ട് പലർക്കും. ആ ആഗ്രഹം സാധിക്കാത്ത പോലെ ഏറ്റവും വലിയ ടെൻഷൻ ചില ആളുകൾക്ക്. അപ്പോൾ ആഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു കുറിയിൽ കൂടിയ നീ പൈസ മാറ്റിച്ചാൽ ഒരു വേറെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിച്ച് ദിവസവും അല്ലെങ്കിൽ മാസത്തേക്ക് ഒരു 5000, 2000, 3000 മാറ്റി വെച്ച് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി നീ പരിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിൻ്റെ ആഗ്രഹം നടക്കും? അങ്ങനെ പരിശ്രമിക്കണം. ഒരു വേറെ ചിട്ടിയിൽ കൂടെ, ഒരു കുറിയിൽ കൂടെ, ഒരു വേറെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിൽ പൈസ ഇങ്ങനെ മാറ്റി വെക്കാം. അല്ലെങ്കിൽ ചില നല്ല സുഹൃത്തുക്കൾക്ക് നല്ല പൈസ ഉണ്ടാകുമ്പോൾ കുറച്ച് കടം കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ആഗ്രഹത്തിന് വേണ്ടി ഒരു 2000, 10,000 കടം കൊടുത്ത് ഇനി കുറച്ച് നമ്മളെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ച് നമ്മളെ ആഗ്രഹം വളരെ സാധിക്കാൻ സാധിക്കും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഇതൊക്കെ നടക്കുന്നത് നമ്മളെ കടവിനോട് വീടിയിട്ടാണ്, ഈ അപ്പയോ നിങ്ങളുടെ കടം കൊടുക്കുന്ന കഥ പറയുന്നത്. നമ്മളെ കടം വീടാൻ വേണ്ടി, നിങ്ങളുടെ കടം നിങ്ങൾ കടക്കാരനാണെങ്കിൽ അത് വീടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? പുതിയ കടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? പുതിയ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണോ? പുതിയ വാഹനം, മൊബൈൽ ഒക്കെ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണോ? കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? കടം വിടണമെങ്കിൽ കടം കുറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. റൂട്ടിറ്റായിട്ട് എന്ന് പതിയെ വലിയ കടങ്ങളൊക്കെ ആണെങ്കിൽ പതിയെ വീടും. പക്ഷെ പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ഒരു പ്രയാസം വേണ്ട. എല്ലാം വീടും ഒരു അവസരം ഉണ്ടാകും. എല്ലാം വീട് സന്തോഷത്തിലും സമാധാനത്തിലുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിനുവേണ്ടി സ്വപ്നം കാണും, ക്ഷമിക്കുക, ക്ഷമയോടെ കാത്തിക്കുക. ചില സമയത്ത് ക്ഷമ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ചില ആളുകൾ പറയും iPhone 18 വേണം, ഒരു വാങ്ങാൻ പറ്റുമോ? ലക്ഷങ്ങൾ കൈമേണ്ട് വാങ്ങാൻ പറ്റുമോ? ഇല്ല, ഒന്ന് ക്ഷമിച്ചേ പറ്റൂ, എത്ര പൈസ ഉണ്ടെങ്കിലും. കാരണം iPhone 18 ഇറങ്ങിയിട്ടാണ് അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ചില സ്ഥലത്ത് നമുക്ക് നല്ല ക്ഷമ വേണ്ടി വരും. ചില സ്ഥലത്ത് നല്ല ഐഡിയ ചിന്തിക്കേണ്ടി വരും, നല്ല ഭാഗം പ്രവർത്തിക്കേണ്ടി വരും. ചില സ്ഥലത്ത് നല്ല മൃഗങ്ങളെ വാങ്ങാം, നല്ല വാഹനങ്ങൾ വാങ്ങാം, നല്ല ചെറിയ സാധനങ്ങൾ വാങ്ങാം, ചെറിയ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം.